വെളുപ്പിനെ ഞാനൊരു 5 മണിക്ക് കയറിയിരിക്കുക. അപ്പോൾ തന്നെ ഒരു 10 മാരേജ് അങ്ങോട്ട് നടക്കുന്നുണ്ട്. മുഖ്യമന്ത്രി പോയപ്പോൾ ആ പരിസരത്ത് വണ്ടിയായിട്ട് പോകാൻ പറ്റില്ലായിരുന്നു അല്ലേ, കറുപ്പ് കൊടുക്കാൻ പറ്റില്ലായിരുന്നു. നമസ്കാരം, ഞാൻ നല്ലച്ഛൻ മകൾ കാളി. ഞാനിപ്പോൾ ഭാഗ്യയുടെ കല്യാണത്തിന് വന്നിരിക്കുക. എന്താ പറയുക, ഭയങ്കര സന്തോഷമുണ്ട്. എൻ്റെ ലൈഫിലെ 2ാമത്തെ മാരേജ് ഫംഗ്ഷൻ, അതായത് ഞാൻ ഹാപ്പി ആയിട്ട് എൻജോയ് ചെയ്ത് ആഘോഷിക്കുന്നൊരു മാരേജ് ഫംഗ്ഷൻ. ഞാൻ ഒട്ടും പ്രതീക്ഷിക്കാത്തൊരു സ്റ്റേജ്. ഇങ്ങനൊരു ഫംഗ്ഷന് എന്നെ വിളിക്കുമെന്നോ അല്ലെങ്കിൽ അതിൽ ഭാഗമാകാൻ പറ്റുമെന്നോ ഒന്നും എനിക്കറിയില്ല. ഞാനിപ്പോൾ നിൽക്കുന്നത് തന്നെ നല്ലച്ഛൻ്റെ, അതായത് സുരേഷ് ഗോപി സാറിൻ്റെ ഫാമിലിയുടെ കൂടെയാണ്. ഭയങ്കര എന്താ പറയുക, ഞാൻ ആഗ്രഹിക്കുന്നതിൽ കൂടുതൽ ഒരു മര്യാദ കിട്ടിയൊരു സ്ഥലം, അല്ലെങ്കിൽ ഒരു മര്യാദ കിട്ടിയിട്ടുള്ളൊരു വ്യക്തിയുടെ അടുത്ത്. നല്ലച്ഛൻ മകൾ ഭാഗ്യലക്ഷ്മിക്ക് എല്ലാവിധ അനുഗ്രഹങ്ങളും, എല്ലാ ദൈവങ്ങളുടെയും. ആരെന്ത് പറഞ്ഞോട്ടെ, നല്ലച്ഛനെ എല്ലാ പെൺമക്കളുടെയും, ഞങ്ങളെപ്പോലുള്ള എല്ലാ പെൺമക്കളുടെയും എല്ലാ പ്രാർത്ഥനയും അവർക്കുണ്ട്. അതുള്ളിടത്തോളം കാലം ഒരു മുടക്കം ഒന്നിനും വരില്ല. ആർക്കും ഒരു തടസ്സം ഉണ്ടായിട്ടില്ല കേട്ടോ. ഗുരുവായൂരമ്പലത്തിൽ എല്ലാവർക്കും തൊഴാനുള്ള സൗകര്യമുണ്ട്. പിന്നെ മോദിജി ഇപ്പോൾ ഏത് മന്ത്രി വന്നാലും ഏത് VIP വന്നാലും എല്ലായിടത്തും ഉണ്ടാകുന്ന ഒരു ഇതേ ഉള്ളൂ. പിന്നെ ഇത്രയും വലിയൊരു മനുഷ്യൻ ഇവിടെ കേരളത്തിൽ വരുമ്പോൾ അല്ലെങ്കിൽ കൊച്ചിയിൽ വരുമ്പോൾ ഇങ്ങനെ ഒരു സ്ഥലത്ത് വരുമ്പോൾ അതിൻ്റേതായിട്ടുള്ള പ്രോട്ടോക്കോൾ ഉണ്ടാവും. അതേ ഇവിടെ ഇങ്ങനെ. പക്ഷേ ഇപ്പോൾ കേരള സർക്കാരിൻ്റെ ഞാനൊരു കാര്യം പറയട്ടെ, മുഖ്യമന്ത്രി പോയപ്പോൾ ആ പരിസരത്ത് വണ്ടിയായിട്ട് പോകാൻ പറ്റില്ലായിരുന്നു അല്ലേ, കറുപ്പ് കൊടുക്കാൻ പറ്റില്ലായിരുന്നു. ഇവിടെ അതൊന്നുമില്ലല്ലോ. ഇഷ്ടമുള്ള വേഷം ഇടാം, ഇഷ്ടമുള്ള കളർ ഇടാം, എവിടെ വേണമെങ്കിലും പോകാം. ഇതൊക്കെ വെറുതെ ആരോപണമായിട്ട് അവിടെ നിൽക്കത്തേ ഉള്ളൂ. ഞങ്ങൾ ഇത്ര ഹാപ്പിയായിട്ട് ഞാൻ അവിടെ നിന്ന് ഇവിടം വരെ സ്വാതന്ത്ര്യത്തിൽ വന്നത്. എൻ്റെ ബൈക്ക് ആക്സിഡൻ്റ് ആയതിൻ്റെ പേരിൽ അത് യൂസ് ചെയ്യാൻ പറ്റിയിട്ടില്ല. പക്ഷേ ഞാനിവിടെ വന്നപ്പോൾ വണ്ടിയൊന്നും കിടത്തില്ലാത്ത ഒരുപാട് ഉണ്ടാവും. പ്രധാനമന്ത്രി പോകുന്നവരെ ഇതൊക്കെ ഉണ്ടാവും. എന്തായാലും കേരള മുഖ്യമന്ത്രിയുടെ അത്രയും വരില്ല. സത്യം, കറുപ്പ് കാണിക്കലോ കരിങ്കൊടി കാണിക്കലോ ഒന്നും ഇവിടെ ഇല്ല. കാരണം അദ്ദേഹം വരുന്നത് സന്തോഷത്തോട് സ്വീകരിക്കുന്ന ആൾക്കാർ, അത് തന്നെ ഏറ്റവും വലിയ തെളിവല്ലേ. പിന്നെ ഞാൻ നിൽക്കുമ്പോൾ തന്നെ വെളുപ്പിനെ ഞാനൊരു 5 മണിക്ക് കയറിയിരിക്കുക. അപ്പോൾ തന്നെ ഒരു 10 മാരേജ് അങ്ങോട്ട് നടക്കുന്നുണ്ട്. എല്ലാവരുടെയും വീഡിയോയിലും ഞാനുണ്ട്, അത് നോക്കിയാൽ മതി. ഒരു തടസ്സമില്ല, എല്ലാവരും ഹാപ്പി ആയിരുന്നു. പിന്നെ കുറേ പേര് ഈ മാരേജ് കഴിഞ്ഞിട്ടും മോദിജി കാണാൻ വേണ്ടി അവിടെ നിൽക്കുന്നുണ്ട്. അല്ലാണ്ട് ആരോപണം അവിടെ കിടക്കട്ടെ. അവർക്ക് എന്താ പറയാൻ പറ്റാത്തേ? പല്ല് കൊഴിഞ്ഞ സിംഹം, അത്രേ ഉള്ളൂ. ആരെന്ത് വേണമെങ്കിലും മുറിച്ചുകൊണ്ടിരിക്കട്ടെ, അവർക്കതിനേ പറ്റൂ. ഞങ്ങളിനി എന്താ പറയുക, ഇതിൽ കൂടുതലൊന്നും പറയാനില്ല. ഞങ്ങൾ പെൺമക്കൾക്ക് ഇനി ഒന്നും പറയാനില്ല. ഞങ്ങൾ എന്താ പറയുക, ഈ ശബരിമല കയറാനും എന്താ പറയുക ചുംബന സമരത്ത് നിൽക്കുന്ന വെറും പെണ്ണുങ്ങളല്ല. ഞങ്ങൾ നല്ല സ്ട്രോങ് ആയിട്ടുള്ള ലേഡീസാണ്.